മിന്നി 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 തിളങ്ങണ വാരളിക്കണ്ണെനക്ക് പൂവരശി പൂത്ത കണക്കണി അഞ്ചിന തെലനക്ക് നട നട അന്ന നടകിണ്ട തീയും തൊഴി തൊടിക്കും നോക്ക് വെള്ളിക്കിണ്ണന്തോളം വന്ന ചേല് ഇങ്ങോട്ട് നോക്കി ടൈം ടൈം. ഹാപ്പി ഓണം പറ. ആ ഹാപ്പി ഓണം പറഞ്ഞു. ആ കേറ്റ് ആരാ? നർത്തകിയാണോ? പിന്നെ ആരാ? കേറ്റ് ഏത് പാട്ടിനാണ് ഡാൻസ് കളിക്കുന്നത്? ഹലോ ഗൈസ്, കേറ്റ്ലിന് ഇന്ന് ഓണത്തിൻ്റെ പ്രോഗ്രാമുണ്ട് സ്കൂളിൽ. അപ്പം അതിനായിട്ട് മലയാളി മങ്കയായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞ് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയായിരുന്നു മേക്കപ്പ് ചെയ്തതെന്നും ബാക്കി ഡ്രസ്സപ്പ് ചെയ്തതിൻ്റെയും. കുഞ്ഞ് ബേബി ആയതുകൊണ്ട് മൂഡൊക്കെ പ്രശ്നമായിരുന്നു. അങ്ങനെ എന്തായാലും കൊള്ളാം. ഫൈനൽ ലുക്കിൽ നന്നായിട്ട് കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നു. മുടി കെട്ടുന്നതിനും ഡ്രസ്സ് ചെയ്യുന്നതിനും ഓർണമെൻറ്റ്സ് ഇടുന്നതിനും എല്ലാം ഇട്ടിരുന്നു. വളരെ കംഫർട്ടബിളായിരുന്നു. നന്നായിട്ട് ചെയ്തു. കുഞ്ഞിനൊരു പ്രോഗ്രാമുണ്ട് സ്കൂളിൽ, അതിനായിട്ട് റെഡിയാക്കിയേക്കുന്ന ലുക്കാണിത്. അപ്പം ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓർണമെൻറ്റ്സിനകത്ത് നെറ്റിച്ചുട്ടിയുണ്ട്, മാല ഒരു 3 സെറ്റ് മാല ഇട്ടിട്ടുണ്ട്, പ്ലസ് ഒരു അരപ്പട്ട ഇട്ടു, ബാംഗിൾസ് ഇട്ടിട്ടുണ്ട്. കൂടാതെ കുഞ്ഞിന് മൂക്കിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, ഒരു ജിമുക്ക റിങ്ങിൽ ജിമുക്കയുള്ള ഒരു ജിമുക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയർ സെറ്റ് ചെയ്തതിനകത്താണെങ്കിൽ പോലും കുഞ്ഞിന് കുറച്ച് മുടിയുണ്ട്, അതുകൊണ്ട് അത് ആദ്യമേ ഞാൻ സൈഡിലേക്ക് ബൺ ചെയ്ത് വെച്ചു. അതിലേക്ക് ഈ ഡോണറ്റ് എന്ന് പറയുന്ന സാധനം അതെടുത്ത് അതിലേക്ക് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അത് വൃത്തിക്ക് ബാൻഡ് ഇട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല സെറ്റായി വന്നു. അതിലേക്ക് പിന്നെ ഞാൻ ചെയ്തത് ഒരു മുല്ലപ്പൂ, ഒറിജിനൽ മുല്ലപ്പൂ തന്നെയാണ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ ഒരു ചെറിയ ഷോളുണ്ടല്ലോ, നമ്മൾ നോർമലി നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ചെറിയ ഷോൾ, അതിനെ ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞിൻ്റെ മെഷർമെൻറ്റിലാക്കിയേക്കുന്നതാണ്. മേളിൽ കൊടുത്തിരിക്കുന്ന മുണ്ടാണെങ്കിലും മേളിൽ വെച്ചിരിക്കുന്ന ക്ലോത്ത് ഓരോ ഷീറ്റിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞിൻ്റെ മെഷറിലെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ 2 ത്രെഡ്, കുറച്ച് കട്ടിയുള്ള ത്രെഡ് വെച്ച് കെട്ടി വെച്ചേക്കുകയാണ്. ഓക്കെ, അടിയിൽ ഞാനൊരു ബ്ലൗസും ഇടിയിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി. പിന്നെ മേക്കപ്പിനകത്താണെങ്കിലും മേക്കപ്പ് ബേസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കുഞ്ഞു ബേബിയല്ലേ, ജസ്റ്റ് ഐ ഷാഡോ ഇട്ടു, ഐലൈനർ ഇട്ടു, മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ബ്ലഷ് ഇട്ടു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് തോന്നി, നന്നായിട്ട്. ഇതാണ് മഹാബലി രാജാവിന്റെ കൊട്ടാരം. സത്യസന്ധനും ദാനശീലനുമായ ഒരു രാജാവാണ് അദ്ദേഹം. തന്റെ മുൻപിൽ യാചനയോടെ വരുന്നവർക്ക് എന്തും കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. തന്റെ പ്രജകളെല്ലാം അദ്ദേഹത്തിന്റെ രാജഭരണത്തിൽ വളരെ സന്തുഷ്ടരാണ്. മഹാബലി രാജാവ്, മഹാബലി രാജാവ്, മഹാബലി രാജാവ്. നർത്തകിമാരെ, നൃത്തം തുടങ്ങിക്കോളൂ. ഇവിടുന്ന് തിരുവാവണിരാവ് എന്ന് പറയുന്ന പാട്ടാണ് തുടങ്ങുന്നത്. കേറ്റ്ലിൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. വെറുതെ നോക്കി നിന്നു. പ്രാക്ടീസ് ടൈമിലൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷേ കുഞ്ഞ് അവിടെ വന്നപ്പം എന്ത് ചെയ്യണം, ക്രൗഡ്, ആദ്യ സ്റ്റേജ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്, അങ്ങനെ എന്തൊക്കെയോ നോക്കി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തത്. എനിവേ കുഞ്ഞിനൊരു ഫസ്റ്റ് ഒരു ചാൻസ് ആയിരുന്നു. ഷീസ് ഡൂയിങ് നൈസ്. ഓക്കെ, കളിക്കാനായിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അതിങ്ങനെ ക്ലിങ് ആയി നിൽക്കാമെന്നും അറിയത്തില്ല. അതായിരുന്നു അവസ്ഥയെന്ന് തോന്നുന്നു കേറ്റ്ലിൻ്റെ. എനിവേ ഒരു നല്ലൊരു ചാൻസ് കിട്ടി, ഫസ്റ്റ് സ്റ്റേജ് കിട്ടി, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഇനി അങ്ങോട്ട് മുന്നോട്ട് നന്നായിട്ട് ചെയ്യാനൊരു എനർജിയായി. 3 years ആവുന്ന ബേബിയാണ്. അപ്പോൾ അതിൻ്റേതായ ഫസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഷീ വിൽ ഡു തന്നെ റൈറ്റ് വൺ. മഹാരാജാവിന് വന്ദനം. അങ്ങ് ദൂരത്ത് നിന്നും ഒരു ബ്രാഹ്മണൻ അങ്ങേ മുഖം കാണിക്കാനായി വന്നിരിക്കുന്നു. ആഗതനാവാൻ പറയൂ.
മഹാരാജാവ് ദീർഘായുസായിരിക്കട്ടെ. എന്തൊക്കെ വർത്തമാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മഹാമുനി? എല്ലാവർക്കും മംഗളം തന്നെ ഭവോ. അല്ലയോ മഹാരാജാവേ, ഇപ്പോൾ ഈ വരുന്ന ബ്രാഹ്മണൻ നേരുള്ളതാണെന്ന് തോന്നുന്നില്ല. അങ്ങ് സൂക്ഷിക്കണം. അത് അറിയിക്കുവാൻ വേണ്ടിയാണ് നാം കടന്നു വന്നത്. ശരി. അത്ര ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പാരൻസിൻ്റെ തിരുവാതിര കളി, പിന്നെ ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ അത്രേ ഉള്ളായിരുന്നു. ചെറിയൊരു പോർഷനേ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ ഇതെല്ലാം നന്നായിരുന്നു. നല്ല ഓണം സെലിബ്രേഷൻ ആയിരുന്നു. കുഞ്ഞുങ്ങൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ അവയർനെസ് അവർക്കുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്, എന്നാൽ പോലും അവരുടെ മെമ്മറിയിൽ ഇതൊക്കെ കാണും. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ ഓണം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വരുന്നത്. തിരക്കായിരുന്നു, അതുകൊണ്ടാണ്.